കേരളത്തിലെ ഒരു പ്രമുഖ ചാനലും ഈ കഥയൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. 20 ലക്ഷം പേർ നീറ്റ് എക്സാം എഴുതുന്നു, അതിൽ 9 ലക്ഷം പേർ തോറ്റുപോകുന്നു. 1 ലക്ഷം പേർക്ക് മാത്രം MBBSന് സീറ്റ് കൊടുക്കുന്നു. എക്സാം പേപ്പർ ചോർന്നു പോകുന്നു. ഇങ്ങനെ CBSE നീറ്റ് എക്സാമിന്റെ തട്ടിപ്പിലൂടെ 20 സ്റ്റുഡൻസ് മനം നൊന്ത് സൂയിസൈഡ് ചെയ്യുന്നു. ഇതിന് കാരണക്കാരായവർക്ക് ശിക്ഷ നൽകുക, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക. ഇത്തരം ന്യായമായ ന്യായങ്ങൾക്ക് സമരം ചെയ്യുന്ന ഡൽഹിയിലെ ഓരോ വിദ്യാർത്ഥികളെയും കേന്ദ്ര പോലീസുകൾ ക്രൂരമായി മർദ്ദിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുകയാണ്. ഇതിനെതിരെ പ്രതികരിച്ച ഓരോ നേതാക്കളെയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിരാഹാര സമരം നടത്തിയിരുന്ന സോനം വാങ്ചുക്കിനെ ബലമായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹിയെ മൊത്തത്തിൽ തടവിലാക്കുക തന്നെ ചെയ്തു. ഇന്റർനെറ്റ് ഇല്ലാതാക്കി, മെട്രോ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടി. പക്ഷേ ഇന്ത്യയിലെ പ്രമുഖ ചാനലുകളെല്ലാം ഈ വാർത്തകൾ മുക്കി. വിദ്യാർത്ഥികളുടെ ഓരോ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ഈ വാർത്തകൾ അറിയുന്നത് തന്നെ. കേരളത്തിലെ ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ പ്രശ്നം തന്നെയാണ്. ഭാവിയിൽ നമ്മുടെ അനിയത്തിമാരുടെയും അനിയന്മാരുടെയും അധ്വാനത്തിന് ഒരു വിലയും ഉണ്ടാകില്ല. ഇന്ന് നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മളാകും ഇതിന്റെ ഇര, അല്ലെങ്കിൽ നമ്മുടെ മക്കളാകും ഇതിന്റെ ഇര. രാജ്യത്തിന്റെ ഈ സങ്കടം ഇനിയും നമ്മുടെ പ്രൊഫൈലുകളിൽ വന്നിട്ടില്ലെങ്കിൽ സങ്കടം തന്നെയാണ്. എനിക്ക് വലിയ പേജ് ഉള്ളത് കൊണ്ടല്ല ഞാൻ ഇക്കാര്യം ചെയ്യുന്നത്, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അതുപോലെ നിങ്ങളും പ്രതികരിക്കുക. നമ്മുടെ പോസ്റ്റുകളും നമ്മുടെ പ്രൊഫൈലുകളും ഇതുകൊണ്ട് നിറയട്ടെ. പ്രതികരിക്കുക.